everyone. Everyone are that even though. Okay, what? Okay, whatever. I'm not deleting this video. Okay. Hi everyone. So ഇതായിരിക്കും എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വ്ളോഗ്. ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന വ്ളോഗാണ്. അപ്പോൾ ആക്ച്വലി ഞാനും ജോസഫും ഉണ്ട്. ഞങ്ങൾ ചെന്നൈക്ക് പോവാണ്. നമുക്ക് ഏഷ്യാനെറ്റിൽ ഇപ്പം കോമഡി കുക്സ് എന്ന് പറയുന്ന പ്രോഗ്രാം നടക്കുകയാണ് ചെന്നൈയിൽ വെച്ചിട്ട്. അപ്പം നമുക്കതിൽ ഗസ്റ്റായിട്ട് നമുക്ക് ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട്. സോ വി ആർ ഗോയിങ് ദർ. ഇനിയുള്ള അപ്ഡേറ്റ്സ് ഞാൻ ഈ വ്ളോഗ് കംപ്ലീറ്റ് ചെയ്യുമെന്ന് എനിക്ക് ഡൗട്ടാണ്. ബിക്കോസ് നമ്മളെപ്പോഴും ചെയ്യുന്നൊരു കാര്യമല്ല നമ്മൾ പെട്ടെന്നൊരു ദിവസം ചെയ്യാൻ തുടങ്ങുന്നത്. കാരണം ക്യാപ്ചറിങ് ഓൾ ദ മൊമെന്റ്സ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ ഒരിക്കലും ചെയ്യാത്തൊരു കാര്യം. മൊമെന്റ് എൻജോയ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ വീഡിയോയിൽ അത് എടുക്കാൻ എപ്പോഴും ഞാൻ മറന്നു പോകാറുണ്ട്. സോ ലെറ്റ്സ് സീ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ ദിസ് വിൽ ബി മൈ ഫസ്റ്റ് വ്ളോഗ്. അങ്ങനെ നമ്മളെത്തി, എയർപോർട്ടിലെത്തി. അങ്ങനെ കൗശികനെയാണ് മീറ്റ് ചെയ്തു, അഡ്വക്കേറ്റ് അഞ്ജലിയിലെ. ഇനി ബാക്കിയുള്ളവരെ കാണിച്ചു തരാം. അമീൻ ആൻഡ് അഡ്വക്കേറ്റ് അഞ്ജലി അവിടെ ഇരുന്ന് ഫുഡ് അടിക്കുകയാണ്. ഇതാണ് നമ്മളെങ്ങോട്ടാ പോകുന്നേ? നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മളിപ്പം ചെന്നൈ എയർപോർട്ടിലെത്തി. നമ്മൾ നമ്മുടെ ലഗേജൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. പിന്നെ നമുക്ക് അവിടെ നിന്ന് തന്നെ നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ അവർ വിട്ടിട്ടുണ്ട്. പിന്നെ ലഗേജും എടുത്തിട്ട് ദർ ഗോയിങ് സ്ട്രെയിറ്റ് ടു ഹോട്ടൽ. ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ബൈ. ഇത് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടുള്ളത്. എല്ലാവരും പെട്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമ്മൾ കുറേ നേരമായി നിൽക്കുന്നു, നമ്മുടെ പെട്ടി വന്നില്ല. ഇവർക്ക് മാത്രം കിട്ടിയില്ല ഗൈസ് പെട്ടി. പക്ഷെ വി ഗോട്ട് അവർ പെട്ടി, ദേ ഗോട്ട് ദെയർ പെട്ടി, ദേ ആർ വെയിറ്റിംഗ്. ഇവർ വേറെ ഏതൊക്കെയോ പെട്ടിയൊക്കെ ഇവർക്ക് കിട്ടിയോ? അവർക്കറിയില്ല അത് അവരുടെ പെട്ടിയാണോ. ആണ്. യെസ് യെസ്, ഫൈനലി പെട്ടി കിട്ടിയെന്ന്. ചെന്നൈ ബഗ്ഗിയിൽ കയറി പോവാണ്. നമ്മൾ ഡ്രൈവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ സ്ഥലത്തേക്ക് നമുക്ക് ഇവിടുന്ന് പിക്കപ്പ് ഉണ്ട്. ആക്ച്വലി ദിസ് ഇസ് ദ സെക്കൻഡ് ടൈം ദാറ്റ് ഐ എം കമ്മിങ് ടു ചെന്നൈ. ഫസ്റ്റ് ടൈം ഞാൻ വന്നത് ബിഗ് ബോസിൻ്റെ ഇതിന് വേണ്ടിയിട്ടാണ്. അതല്ലാതെ എനിക്ക് ഇതുവരെ ഞാൻ ചെന്നൈ വന്നിട്ടില്ല. ശരിക്കും എനിക്ക് ചെന്നൈ എക്സ്പ്ലോർ ചെയ്യണം എന്നുണ്ട് ശരിക്കും. അപ്പം ഐ ഹോപ്പ് ഇൻ ഫ്യൂച്ചർ എപ്പോഴേലും വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഐ വിൽ ബി മേക്കിംഗ് അനദർ വ്ളോഗ് ഡെഫിനറ്റ്ലി. ഹൗ ക്ലീൻ ദ സിറ്റീസ്. നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. നൈസ്. ഞങ്ങൾക്ക് റൂമൊക്കെ കിട്ടി. ഞങ്ങൾ ചെക്കിൻ ആവാൻ പോവുമായിരുന്നു. അപ്പോൾ ഇവർ ജോയിൻ ചെയ്തു. ഇവരുടെ വണ്ടി കുറച്ച് ലേറ്റായി. സോ ദിസ് ഇസ് ദ റിസപ്ഷൻ ആൻഡ് ഓൾ. ഹോട്ടൽ റൂമൊക്കെ ഞാൻ ചെന്നിട്ട് കാണിച്ചു തരാം. ഐ തിങ്ക് സെയിം ബിൽഡിംഗ് ഓർ നോട്ട് ഷുവർ. കയറുകോ നമ്മൾ റൂമിലേക്ക് പോവാണ്. ഇവിടെ വേറെ ഒരു വലിയ മിററുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാം. ആ നോക്കട്ടെ. നൈസ്, കൊള്ളാം. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നടക്കാൻ പോവാം അല്ലേ ജോ? ലെറ്റ്സ് സീ, നമുക്ക് നോക്കി ചെയ്യാം. എന്നാൽ ഓർഡർ ചെയ്യാം. നമ്മളിപ്പോൾ വന്നിട്ട് കുറച്ച് നേരം ആയതേ ഉള്ളൂ. ജസ്റ്റ് നൗ ഇപ്പം നമ്മൾ
റൂം എത്തി, റൂം കണ്ടു. നമ്മളുടെ ഇത്രയും ട്രാവൽ ചെയ്ത് വന്നുകൊണ്ട് ആക്ച്വലി ഇപ്പം നമ്മൾ ചെന്നൈയിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ട്രാവൽ ഡിസ്റ്റൻസ് ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 1 hour ഉണ്ടായിരുന്നു. അപ്പോൾ അത് ശരിക്കും മടുത്തു. നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ചായ ഒന്നും കുടിച്ചൊന്നുമില്ല. അപ്പം നമ്മളിപ്പം ജോസഫ് ഇപ്പം കോഫി കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടൊന്ന് നടക്കാൻ പോയാലോ എന്നുണ്ട്. നേരത്തെ ഞാനൊരു വ്യൂ കാണിച്ചു തന്നില്ലേ, ഭയങ്കര അടിപൊളിയുണ്ട്. കുറച്ച് നടക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. അധികം ടൈമൊന്നും ആയിട്ടില്ല, നമുക്ക് കുറേ ടൈം ഇനിയുണ്ട്. അപ്പോൾ വി തോട്ട് കുറച്ച് കഴിയുമ്പോൾ നടക്കാൻ പോകാമെന്നൊക്കെ. അപ്പോൾ കാണാം. ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഓർഡർ ചെയ്തത് കോൾഡ് കോഫിയും പിന്നെ ബ്ലൂബെറി ചീസ് കേക്കുമാണ്. അപ്പോൾ അതൊക്കെ കഴിക്കട്ടെ. ഞാൻ കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം. ഫസ്റ്റ് ആൻഡ് ഫ്രൈഡ് ചീസ് കേക്ക്. ഓ ലൈറ്റ് ഇല്ല തീരെ. നല്ല ടേസ്റ്റ് ഉണ്ട്. കൊള്ളാം, സൂപ്പർ, ലൈക്ക് ഇറ്റ്. ട്രൈ ചെയ്തോ. ഞങ്ങളങ്ങനെ ഒരു വാക്കിന് ഇറങ്ങി. സീ ദിസ് വ്യൂ, നല്ല ഭംഗിയിട്ട് കാണാൻ. ആൻഡ് ദിസ് പ്ലേസ് ഓൾസോ റിയലി നൈസ്. നല്ല സ്പേഷ്യസാണ്. ശരിക്കും നടക്കാൻ കുറേ ഉണ്ട്. ഞാൻ ആക്ച്വലി കുറച്ച് നടന്നു കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുക്കുന്നതിനെ പറ്റി ആലോചിച്ചത് തന്നെ. അങ്ങനെ മറന്നുപോയി. കാരണം അത്രയും അടിപൊളിയാണ് സ്ഥലമൊക്കെ കാണാൻ. നമ്മൾ സ്റ്റേ ചെയ്തതിൽ ഇങ്ങനെ വരുമ്പം ബെസ്റ്റ് അല്ലേ, ദിസ് ഇസ് ദ ബെസ്റ്റ്. നല്ല ഭംഗിയില്ലേ വ്യൂവും കാര്യങ്ങളും. സ്റ്റേ നന്നായിട്ടില്ലേ. നമ്മൾ നിൽക്കുന്ന ഹോട്ടലിൻ്റെ പേരെന്തെന്ന്? പ്ലസന്റ് ഡേയ്സ് ചെന്നൈ. ആക്ച്വലി നമുക്ക് വേറെ ആരെങ്കിലും വരുവാണെങ്കിൽ നമുക്ക് റെക്കമെൻഡ് ചെയ്യണം. നല്ല സ്ഥലം അല്ലേ? ചെന്നൈയിലാക്കി ആരെങ്കിലും വരുവാണെങ്കിൽ ഇവിടെ വന്ന് അടിപൊളിയായിരിക്കും. അതെ, കാരണം അത്രയും നന്നായിട്ടുണ്ട്. ഔട്ട്സ്കേർട്സ് ആണ്, പക്ഷെ നല്ല പീസ്ഫുൾ ആണ്. വേറെ ശല്യമൊന്നുമില്ല, ഒച്ചപ്പാടും ബഹളമൊന്നുമില്ല. ഇറ്റ്സ് ഗുഡ്. ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ നടന്ന് നമുക്കിപ്പോൾ നമ്മുടെ കോട്ടേജ് ചെയ്താന്ന് മനസ്സിലാവുന്നില്ല. എല്ലാം എവിടെ നോക്കിയാലും എല്ലാം സിമിലറാണ്. ഇതിൽ നമ്മുടെ ഏതാണെന്ന് കണ്ടുപിടിക്കാനുള്ള പ്രശ്നത്തിലാണ് നമ്മൾ. പക്ഷെ നമ്മൾ സംഭവം നമ്മൾ കണ്ടുപിടിക്കും. ഭൂമി ഉരുണ്ടല്ലേ അല്ലേ? നമ്മളിതിൻ്റെയൊക്കെ ബാക്ക് സൈഡിൽ എത്തി ജോയെ. അതെ അതെ. ഇനിയിപ്പോൾ അപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് കയറണമെങ്കിൽ വേറെ ഗേറ്റ് വഴി കയറണമായിരിക്കും. നമുക്ക് തിരിച്ചു പോയാലോ? പെട്ടാ തിരിച്ചു പോകാനുള്ള വഴി ആരോടെങ്കിലും ചോദിക്കാം. That will be fine. അതിനിവിടെ ആരും കാണുന്ന പോലും ഇല്ല. ഇങ്ങോട്ട് വാ. എങ്ങോട്ട്? ആരുഷോ? യെസ്, ഐ ഗസ് സോ. എന്തായാലും ഒരു വട്ടം കറങ്ങി വരുമ്പോഴത്തേക്ക് ഏകദേശം എല്ലാം മനസ്സിലാവും. ആക്ച്വലി നമ്മളിപ്പോൾ റിസോർട്ടിന്റെ പുറത്തെത്തി തോന്നുന്നു. ഞാൻ റിസോർട്ടിന്റെ പോയി. പക്ഷെ ഇനിയിപ്പോൾ ഉള്ളിക്കാരനെ നമുക്ക് ID പ്രൂഫ് കാണിക്കേണ്ടി വരും. നമ്മൾ ബാങ്ക് റൂമിലിരിക്കല്ലേ. എടാ ശരിയാ. പിന്നെ അല്ല, നമുക്ക് കയറാൻ പറ്റും. വാ, നമ്മൾ വന്ന വഴി നമുക്ക് തിരിച്ചു പോവാം. എടാ അങ്ങോട്ടേക്കാണ് പോണ്ടേ? എടാ വാടാ, ഇതിലെ തന്നെ തിരിച്ചു പോടാ. വന്ന വഴി തന്നെ വെച്ചോ. വാക്ക് എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയതാണേലും ഞാൻ ആക്ച്വലി മടുത്തു. കുറേ ദൂരമുണ്ട് നടക്കാൻ. ഒരുപാട്. അതെ, അതിനേക്കാളൊക്കെ ഉപരി ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നു. ഒന്നും മനസ്സിലായില്ല. വലിയ റിസോർട്ട് ആയതുകൊണ്ടും നമ്മൾ ഫസ്റ്റ് ടൈം വരുന്നതുകൊണ്ടും ഫുൾ ഒരു പസിൽ പോലെയായിരുന്നു. അവിടുന്ന് ഇങ്ങോട്ട് ആയിരുന്നു എന്ന് പറയാൻ നമ്മളിതുവരെ രക്ഷപ്പെട്ടിട്ടില്ല. പോകുന്ന വഴിക്ക് ഒരു ബഗ്ഗിലുള്ള ചേട്ടനെ കണ്ടപ്പോൾ നമ്മൾ ചോദിച്ചു. അപ്പോൾ ഓൾറെഡി അവർ വേറെ ഒരാളെ ഡ്രോപ്പ് ചെയ്യുക. അപ്പോൾ അവർ പറഞ്ഞു വരാം, തിരിച്ചു വരാം എന്നൊക്കെ. വന്നാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ ഇത് എന്തോരം നടന്ന് നമ്മൾ എവിടെ പോയി അല്ലേ നമ്മൾ. എനിക്ക് തോന്നുന്നു അടുത്ത റിസോർട്ടിൽ എത്തിയെന്നാ തോന്നുന്നത്. വേറെ റിസോർട്ടാ. അതെ. ഓ, കാണുന്നില്ല നമ്മളെ. ഫൈനലി അല്ലേ? അതെ, നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെടുകയാണ് ഗൈസ്. ബഗ്ഗി കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇവിടെ കിടന്ന് അലഞ്ഞേനെ. നമ്മൾ കുറേ ദൂരം പോകുന്നായിരുന്നു. അതെ, നമ്മൾ ഒരുപാട് ദൂരം ഞാൻ വിചാരിച്ചു 2 വളവ് വഴി പറ്റും. ആ വളവെല്ലാം തിരിഞ്ഞോട്ടുള്ള അങ്ങോട്ടേക്കാണ്. എത്തിയിട്ടില്ല. ഫൈനലി എത്തി.
എന്തൊരു സമാധാനമല്ലേ തിരിച്ചെത്തിയപ്പോ. അങ്ങനെ നമ്മൾ ഫ്രഷൊക്കെ ആയി. അപ്പം നമ്മൾ ആദ്യം വിചാരിച്ചു റൂമിലേക്ക് ഫുഡ് ഓർഡർ ചെയ്യാമെന്ന്. അപ്പോൾ ഇവിടെ ഇരുന്ന് കഴിക്കാം, റിലാക്സ് ചെയ്തൊക്കെ. പിന്നെ വിചാരിച്ചു ഈ റിസോർട്ടിൽ ഇത്രയും ഭംഗിയുണ്ട്, അപ്പോൾ പിന്നെ ഇതിൻ്റെ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി അവിടെ പോയിരുന്ന് ഫുഡ് കഴിക്കാം, അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന്. ഓക്കെ, നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുന്ന പ്ലാനിലാണ്, നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ത് ഓർഡർ ചെയ്യണമെന്ന്. നമുക്ക് രണ്ടുപേർക്കും വലിയ വിശപ്പില്ല, എന്നാലും ഏറെക്കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ സലാഡും സൂപ്പ് അങ്ങനത്തെയൊക്കെ ചെറിയ സ്റ്റാർട്ടേഴ്സിൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരുപാട് വിശക്കുന്നില്ലെങ്കിൽ നമ്മൾ വേറെ ഒന്നും ഓർഡർ ചെയ്യില്ലായിരിക്കും അല്ലേ. മട്ടൺ ഷോർബ സൂപ്പ് ഓർഡർ ചെയ്തു. ഞാൻ ആക്ച്വലി മട്ടൺ അങ്ങനെ കഴിക്കാറില്ല, എനിക്കെന്തോ സെറ്റ് ആവാറില്ല. പക്ഷെ ഇത് ഞാൻ വെറുതെ 1 ബൈറ്റ് എന്തായാലും പറഞ്ഞു ചുമ്മാ ട്രൈ ചെയ്യുന്നു. ഭയങ്കര ഇഷ്ടമായി, അടിപൊളി. സൂപ്പ് ഓർഡർ ചെയ്തു, സാലഡ്, ഫിഷ് ഫ്രൈ, പാസ്ത. ഡൺ. ജോസഫ് ടൈമാണ് ഞാൻ മട്ടൺ സൂപ്പൊക്കെ ഇതുപോലെ ഇങ്ങനെ കഴിച്ചു തീർക്കുന്നത്. ആൻഡ് താങ്ക്സ് ടു യു ജോസഫ്. ജോസഫ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ മട്ടൺ സൂപ്പ് കഴിച്ചത്. സാധാരണ എനിക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് കഴിക്കുമ്പം എനിക്ക് കുറച്ച് വേറെന്തോ ഒരു ടേസ്റ്റ് ഫീൽ വരും, എനിക്കപ്പോൾ അത് കഴിക്കാൻ പറ്റില്ല. ദിസ് വാസ് അമേസിങ്. സോ ദാറ്റ്സ് ഇറ്റ്. നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചു, തിരിച്ച് റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡിന്നർ വാസ് സോ ഗുഡ് അല്ലേ ചോ? ഡിന്നർ ഇഷ്ടപ്പെട്ടോ? ഭയങ്കര അടിപൊളിയായിരുന്നു. അതെ, നല്ലതായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. വി ആർ ഗോയിങ് ബാക്ക് ടു ബെഡ്. ഉറങ്ങണം. നാളത്തെ പോകേണ്ട ടൈമൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൂടി ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ സമാധാനത്തിൽ കിടന്നുറങ്ങായിരുന്നു. അല്ലെങ്കിൽ നമ്മളെപ്പം എണീക്കും എന്നുള്ള കാര്യത്തിലൊരു ഡൗട്ടാണ്. കാരണം കറക്റ്റ് ടൈമിലൊക്കെ എത്തണമല്ലോ. നേരത്തെ പറയുമായിരുന്നെങ്കിൽ അതൊക്കെ നോക്കി അലാം വെച്ചൊക്കെ ഉറങ്ങായിരുന്നു. നോർമലി ഒരു 10-11 മണിക്കൊക്കെ എണീക്കുന്നുണ്ട്. എന്തായാലും ഒരു 7 ഒക്കെ ആകുമ്പോഴത്തേക്കും എണീക്കേണ്ടി വരുമായിരിക്കും. ഇപ്പോൾ ആ ഒരു പ്ലാനിലാണ്. അപ്പം ഇന്നിപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ വിശേഷങ്ങൾ. നാളെ എന്തൊക്കെ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്നത്രയും ഞാൻ വ്ളോഗിൽ കാണിക്കാം. എങ്ങനെയാണ് സെറ്റ് കാര്യങ്ങൾ, എനിക്കൊരു ഐഡിയ ഇല്ല. എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഈ ഷോയിൽ പോകുന്നത്. എന്തായാലും എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോ എടുത്ത് ആഡ് ഇൻ ദ വീഡിയോ. Okay, so that's it. Good night.